Welcome to thermodynamics for degree classes. Phase transitions എന്നതാണ് ചർച്ച ചെയ്യുന്നത്. അങ്ങനെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഫേസ് ട്രാൻസിഷൻ നടക്കുന്നത് മെൽറ്റിങ്, പിന്നെ ബോയിലിങ്, സബ്ലിമേഷൻ, സോളിഡ് ലിക്വിഡ് ആകുക അല്ല ലിക്വിഡ് സോളിഡ് ആകുക, അതുപോലെ ലിക്വിഡ് വേപ്പർ ആകുക, തിരിച്ച് വേപ്പർ ലിക്വിഡ് ആകുക. സബ്ലിമേഷൻ എന്ന് പറയുമ്പോൾ നേരിട്ട് സോളിഡ് വേപ്പർ ആകുക. ഈ ട്രാൻസിഷൻസ് ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ ഫേസ് ട്രാൻസിഷൻസ് ഒക്കെ ഉണ്ട്, ഹയർ ഓർഡേഴ്സ് ഉണ്ട്. നമുക്ക് ഫസ്റ്റും സെക്കൻഡും കാണണം. ഇന്നിപ്പോൾ ഫസ്റ്റ് ഓർഡർ ട്രാൻസിഷൻ എന്താണെന്ന് കാണാം. ഈ ഫേസ് ചേഞ്ച് നടക്കുമ്പോൾ, ഇപ്പോൾ സോളിഡ് ലിക്വിഡ് ആകുമ്പോൾ ആ മെറ്റീരിയൽ കുറേ ഹീറ്റ് അബ്സോർബ് ചെയ്യും അറ്റ് എ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. ഈ മെൽറ്റിങ് നടക്കുമ്പോഴും ബോയിലിങ് നടക്കുമ്പോഴും എല്ലാം, സബ്ലിമേഷൻ നടക്കുമ്പോഴും എല്ലാം ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റൻ്റാണ്. അപ്പോൾ ഹീറ്റ് ഒന്നുകിൽ സിസ്റ്റം അബ്സോർബ് ചെയ്യും അല്ല റിജക്റ്റ് ചെയ്യും. അപ്പോൾ അവിടെ എൻട്രോപ്പി ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി നമുക്കതൊന്ന് നോക്കാം. ഗിബ്സ് ഫങ്ഷൻ, തെർമോഡൈനാമിക് ഫങ്ഷൻസ് ഒക്കെ നേരത്തെ ചർച്ച ചെയ്ത ഡെഫിനിഷനും അതിൻ്റെ ചെറിയ ഇൻക്രിമെൻസും ഒക്കെ എടുത്ത് കാണിച്ചിട്ടുണ്ട്. ഗിബ്സ് ഫങ്ഷൻ്റെ ഡെഫിനിഷൻ G=H - Ts ആണ്. എച്ച് എന്ന് പറയുമ്പോൾ എൻതാൽപ്പി. ഇതിൽ നിന്നും കിട്ടുന്നത് ഞാൻ ചെയ്ത് കാണിച്ചിട്ടുണ്ട് നേരത്തെ. dG=-SdT + VdP. ഒരു യൂണിറ്റ് മാസ് എടുക്കുമ്പോൾ, അതായത് ഈ ഇക്വേഷൻ എം കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ പെർ മോൾ, ഒരു മോൾ സബ്സ്റ്റൻസിൻ്റെ ഈക്വേഷൻ ഇതെടുക്കുമ്പോൾ അത് ജിക്ക് വരെ സ്മോൾ ജി എന്ന് എടുക്കുമ്പോൾ DG, ഗിബ്സ് ഫങ്ഷൻ സ്മോൾ ജി കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യും. DG=-dt + VdP. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ 1. ഇതിൽ നിന്ന് നമുക്ക് ഇതൊരു പാർഷ്യൽ ഡിഫറൻഷ്യലിൻ്റെ ടോട്ടൽ ഡെറിവേറ്റീവ്, ടോട്ടൽ ഡിഫറൻഷ്യലെ കാണുന്നത്. ഇതിൽ നിന്ന് നമുക്ക് S=-∂G/∂T at constant P എന്ന് മനസ്സിലാക്കാം. അതുപോലെ V=-∂G/∂P at constant T എന്നും മനസ്സിലാക്കാം. ഡ്യൂറിങ് ഫേസ് ട്രാൻസിഷൻസ്, അതായത് മെൽറ്റിങ്, വേപ്പറൈസേഷൻ ആൻഡ് സബ്ലിമേഷൻ, പിന്നെ ക്രിസ്റ്റൽ സ്ട്രക്ചറിലൊക്കെ മാറ്റം വരുന്നതൊക്കെ ആ കൂട്ടത്തിൽ വരും. നമുക്കിപ്പോൾ ഇത് മൂന്നെണ്ണം മനസ്സിലാക്കിയാൽ മതി. ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ റിമെയിൻ കോൺസ്റ്റൻസ്. അപ്പോൾ ഇനി CP, സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ, CP എന്ന് പറഞ്ഞാൽ ΔQ/ΔT അറ്റ് കോൺസ്റ്റൻറ്റ് P. ΔQ എന്ന് പറഞ്ഞാൽ TdS. ഇപ്പം T∂S/∂T അറ്റ് കോൺസ്റ്റൻറ്റ് P എന്ന് പറയുന്ന CPയുടെ ഡെഫിനിഷൻ. ഇത് നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ഫേസ് ട്രാൻസിഷൻ നടക്കുമ്പോൾ ദർ ഈസ് നോ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അപ്പോൾ DT എന്നുള്ളത് 0. അപ്പോൾ CP വിൽ ടെൻഡ് ടു ഇൻഫിനിറ്റി ഡ്യൂറിങ് ഫേസ് ട്രാൻസിഷൻ. ഇനി ഫസ്റ്റ് ഓർഡർ ട്രാൻസിഷനാണ് ഞാൻ ഇന്നിപ്പോൾ ചർച്ച ചെയ്യുന്നത്. എനി ഫേസ് ചേഞ്ച് that satisfies the following conditions are called first order transitions. ഒന്നാമത്തെ കണ്ടീഷൻ, there are changes of entropy and volume. എൻട്രോപ്പിയും വോളിയം ചേഞ്ച് ചെയ്തിരിക്കും. The first order derivatives of the Gibbs function change discontinuously. അതായത് കണ്ടിന്യൂസ് ആയിട്ട് ആയിരിക്കില്ല ഗിബ്സ് ഫങ്ഷൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ്. അതുകൊണ്ടാണ് ഫസ്റ്റ് ഓർഡർ ഫേസ് ട്രാൻസിഷൻ എന്ന് പറയുന്നത്. അപ്പം ഗിബ്സ് ഫങ്ഷൻ്റെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എൻ്റെ ഗ്രാഫ് വേരിയേഷൻ കണ്ടിന്യൂസ് അല്ല, ഷാർപ്പായിട്ട് അബ്രപ്റ്റായിട്ട് ചേഞ്ചസ് ഉണ്ടാകും. മൂന്നാമത്തെ കണ്ടീഷൻ ക്ലോഷ്യസ്-ക്ലാപ്പിയറൂൺ ഇക്വേഷൻ, അതായത് നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട് മറ്റൊരു രീതിയിൽ. dP/dt = ഹീറ്റ് എഞ്ചിൻ്റെ പ്രിൻസിപ്പിൾ, കാർനോട്ട് എഞ്ചിൻ്റെ പ്രിൻസിപ്പിൾ വെച്ച് ഇത് ഡിറൈവ് ചെയ്തിട്ടുണ്ട്. dP/dt = L/T × V2 - V1. L is the latent heat of വേപ്പറൈസേഷനോ മെൽറ്റിങ്ങോ എന്താ ഫ്യൂഷനോ എന്തെങ്കിലും ആകാം. T melting point, boiling point, etc. V2 specific volume of the second stage,
V1 is the specific volume of the first state. Melting ആണെങ്കിൽ V1 സോളിഡിൻ്റെ സ്പെസിഫിക് വോളിയം. സ്പെസിഫിക് വോളിയം എന്ന് പറഞ്ഞാൽ വോളിയം പെർ യൂണിറ്റ് മാസ്. V2 സ്പെസിഫിക് വോളിയം ഓഫ് ലിക്വിഡ് മെൽറ്റിങ്ങിൻ്റെ കേസിൽ. T is the boiling point, അല്ലെ മെൽറ്റിംഗ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ പ്രോസസ്സ് ഏതാണെന്ന് വെച്ചാൽ. ഈ ക്ലോഷ്യസ്-കാപ്പിയോൺ ഇക്വേഷൻ ആപ്ലിക്കബിൾ ആയിരിക്കണം. ഈ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫേസ് ട്രാൻസിഷനാണ് ഫസ്റ്റ് ഓർഡർ ട്രാൻസിഷൻ എന്ന് പറയുക. ഇനി നമുക്ക് ഇക്വേഷൻ 1 അനുസരിച്ച് ഈ ട്രാൻസിഷൻ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ DT0, ടിയും പിയും കോൺസ്റ്റൻസ് ആണല്ലോ ബോയിലിങ്ങും മെൽറ്റിങ്ങും ഒക്കെ നടക്കുമ്പോൾ. അപ്പോൾ DT0 DP0 പ്രഷറും ടെമ്പറേച്ചറും കോൺസ്റ്റൻറ്റ്. ദാറ്റ് മീൻസ് DG ഇപ്പോൾ ഇതെടുത്താൽ DG ഈക്വൽസ് 0 എന്ന് കിട്ടും. അപ്പോൾ at the transition point, T and P are constants, therefore dG equals 0. Or the change in G, 0 എന്ന് പറഞ്ഞാൽ G is a constant. That means G1 equals G2. അതായത് ഫേസ് ട്രാൻസിഷൻ നടക്കുന്ന സമയത്ത് ആ ട്രാൻസിഷൻ ടെമ്പറേച്ചറിൽ ഗിബ്സ് ഫങ്ഷൻ രണ്ട് ഫേസിൻ്റെയും സെയിം ആയിരിക്കും. ഫോർ ഇനി ഇത് T ട്രാൻസിഷൻ ടെമ്പറേച്ചർ ടിയും പ്രഷർ പിയും ആയിരിക്കുന്ന സമയത്തെ ഇക്വേഷൻ ആയത് G1 ഈക്വൽസ് G2. ഇനി ഫോർ എ ഫേസ് ചേഞ്ച് അറ്റ് T പ്ലസ് DT ആൻഡ് P പ്ലസ് DP, ഈ G1 ഈക്വൽ G2 എന്നുള്ളത് G1 പ്ലസ് DG1 ഈക്വൽ G2 പ്ലസ് DG2 എന്ന് എഴുതാം. G1 ഈക്വൽസ് D2 ആണെന്ന് മുമ്പേ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ G1 ഈക്വൽസ് DG2. ഇക്വേഷൻ 1 അനുസരിച്ച് dG1 ഈസ് മൈനസ് S1 DT പ്ലസ് V1 DP. അപ്പോൾ dG1ൻ്റെ സ്ഥാനത്ത് മൈനസ് S1 DT പ്ലസ് V1 DP ഈക്വൽസ് dG2 എന്ന് പറയുമ്പോൾ മൈനസ് S2 DT പ്ലസ് V2 DP. ഇത് റീഅറേഞ്ച് ചെയ്താൽ S2 മൈനസ് S1 ഇൻറ്റു DT ഈക്വൽസ് V2 മൈനസ് V1 ഇൻറ്റു DP. നമുക്കറിയാം ചേഞ്ച് ഇൻ എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ ഹീറ്റ് ബൈ ടെമ്പറേച്ചറാണ്. അപ്പോൾ യൂണിറ്റ് വോളിയം ടെമ്പറേച്ചർ യൂണിറ്റ് എടുക്കുമ്പോൾ S2 മൈനസ് S1 എന്ന് പറഞ്ഞാൽ ഇവിടെ ഹീറ്റ് ലേറ്റൻറ്റ് ഹീറ്റ് L/T. ആ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ബോയിലിംഗ് പോയിൻ്റ് മെൽറ്റിംഗ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ലേറ്റൻറ്റ് ഹീറ്റ് ആയത്. അപ്പോൾ ചേഞ്ച് ഇൻ എൻട്രോപ്പി S2 മൈനസ് S1 ഡെഫിനിഷൻ അനുസരിച്ച് ΔQ/T എന്നാണ്. ഇവിടെ ΔQൻ്റെ സ്ഥാനത്ത് ലേറ്റൻറ്റ് ഹീറ്റ് ബൈ ട്രാൻസിഷൻ ടെമ്പറേച്ചർ T. ഇത് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ LdT/T ഈക്വൽസ് V2 മൈനസ് V1 ഇൻറ്റു DP, ഓർ DP/DT ഈക്വൽസ് L/T ഇൻറ്റു V2 മൈനസ് V1. ഇതാണല്ലോ ക്ലോഷ്യസ്-ക്ലാപ്പിയോൺ ഇക്വേഷൻ. അപ്പോൾ ഇത് ആപ്ലിക്കബിളാണ് ഈ ഫസ്റ്റ് ഓർഡർ ട്രാൻസിഷൻ നടക്കുമ്പോൾ. ഇതിൽ 3-4 ഗ്രാഫ് കാണാനുണ്ട്. ഗിബ്സ് ഫങ്ഷനും ടെമ്പറേച്ചറും കൂടെയുള്ള ഗ്രാഫായത്. ഫേസ് 1, ഫേസ് 2. ഇത് ഒരു വളരെ കറക്റ്റായിട്ടുള്ള ഗ്രാഫല്ല, ഒരു റഫ് ഗ്രാഫ് എന്നുള്ളതേ ഉള്ളൂ. ഈ പോയിൻ്റ് വെച്ച് ഇത് ട്രാൻസിഷൻ ടെമ്പറേച്ചർ അത് മെൽറ്റിംഗ് ആകുമ്പോൾ ഇത് മെൽറ്റിംഗ് പോയിൻ്റ്, ബോയിലിംഗ് ആണ് ബോയിലിംഗ് പോയിൻ്റ് ആൻഡ് സോ ഉണ്ട്, സബ്ലിമേഷൻ പോയിൻ്റ് എക്സെട്ര. അപ്പോൾ ഈ പോയിൻ്റ് വെച്ച് ഒരു ചെറിയ അബ്രപ്റ്റ് ചേഞ്ച്, ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയണ്ട, ഇതിപ്പോൾ ഈ പോയിൻ്റ് വെച്ച് രണ്ടിനും ഒരേ G വാല്യൂ. ഇത് എൻട്രോപ്പി ടെമ്പറേച്ചർ ഗ്രാഫാണ്. TC അതായത് ട്രാൻസിഷൻ ടെമ്പറേച്ചറിൽ ബ്രേക്ക് ഉണ്ട്, ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട്, രണ്ട് ഡിസ്കണ്ടിന്യൂറ്റി കാണാം. അതാണ് ഫസ്റ്റ് ഓർഡർ ട്രാൻസിഷൻ്റെ പ്രത്യേകത. ഫേസ് 1, ഫേസ് 2. ഇത് വോളിയം ടെമ്പറേച്ചറുള്ള ഗ്രാഫാണ്. ഇവിടെയും ഡിസ്കണ്ടിന്യൂറ്റീസ് ഉണ്ട്. ഇത് CP ടെമ്പറേച്ചറുള്ള ഗ്രാഫാണ്. ട്രാൻസിഷൻ ടെമ്പറേച്ചറിൽ ഈ CP ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് കണ്ടല്ലോ. ഇത് ഫേസ് 1, ഇത് ഫേസ് 2ൻ്റെ ഗ്രാഫ്. സോളിഡാകും ലിക്വിഡാകുന്ന അങ്ങനെ അത് തിരിച്ചാണെങ്കിൽ ഇത് തിരിച്ചും വരാം. സോളിഡ് ലിക്വിഡ് ആകുമോ, ലിക്വിഡ് സോൾഡ് ആകുക, റിവേഴ്സിബിളാണ്. അതുപോലെ വേപ്പർ ലിക്വിഡ് ആകുമോ, ലിക്വിഡ് വേപ്പർ ആകുമോ, എന്ത് വേണം ചെയ്യാം, റിവേഴ്സിബിൾ പ്രോസസ്സാണ്. അപ്പോൾ ഈ 4 ഗ്രാഫ് ഒന്ന് ഓർത്തിരിക്കുക. റഫ് ഗ്രാഫാണിത്, കണ്ടല്ലോ. ഇനി നമുക്ക് സെക്കൻഡ് ഓർഡർ ട്രാൻസിഷൻ
അതുപോലെ ഇത് രണ്ടിലും പെടാത്ത ട്രാൻസിഷനുണ്ട്, ലിക്വിഡ് ഹീലിയം 1 ടു ലിക്വിഡ് ഹീലിയം 2. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അടുത്ത പോസ്റ്റിങ്സിൽ ചർച്ച ചെയ്യാം. താങ്ക് യു.